പൈസ വേഗം കൊടുത്തു. ഇതാണ് വേഗം കൊടുത്തു തീർത്തു. ആര്? കാതറോ? ഏത് പൈസ? സാലറി അല്ലേ? സാലറി വേഗം ഈ തവണ വേഗം പരിപാടി കഴിഞ്ഞു. ഉള്ള ഭക്ഷണവും അതേപോലെ ഉള്ള ഒരു കിടക്കാനൊരു ക്ലിപ്പൊക്കെ കുടിച്ചു. നല്ല തണുപ്പുള്ള രാത്രിയാണ്. അതിഥികളിങ്ങനെ ചോദിച്ചു, ഇതൊന്നും രാവിലെ ഈ തണുപ്പുള്ള രാത്രിയിൽ പുതക്കാനൊരു പുതപ്പില്ല, ഈ ഒരു വിരിപ്പിനെ നമ്മളങ്ങനെ കിടന്നു തുടങ്ങും. എന്നാൽ പുതപ്പിൽ നോക്കാൻ കഴിഞ്ഞ് അടിച്ചു നോക്കുമ്പോൾ അവിടെ അബുദ്ധമായ ഒരു വിരിപ്പിലേക്ക് പുതപ്പില്ല. അപ്പൊ അതിന് ഈ ചോദ്യം മാറ്റി ചോദിച്ചു, എന്താണ് അബുദ്ധമായ താങ്കൾക്ക് പുതക്കാൻ പുതപ്പില്ല? രണ്ടാഴ്ച കഴിയുന്ന ഉത്തരം പറഞ്ഞു, ഇവിടെ വേറെ പുതപ്പില്ല, അധിക സാധന സാമഗ്രികളൊന്നുമില്ല. ഞങ്ങളുടെ യഥാർത്ഥ വീട് ഇവിടെയല്ല, ഈ മലയുടെ അപ്പുറത്താണ് ഞങ്ങളുടെ. അതാണ് ഞങ്ങളുടെ ഒറിജിനൽ വീട്. ഇതൊരു തൽക്കാലത്തേക്കുള്ളത്. ഇവിടെ ഞങ്ങൾ ഈ തൽക്കാല വീട് വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് താമസം മാറാനുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്ത് തന്നെ ആ കുട്ടികൾക്ക് കൊടുത്താൽ ഞങ്ങൾ വീട് മാത്രം കൊണ്ടുപോകാൻ പ്രയാസം. അതുകൊണ്ട് എന്ത് സാധനം കിട്ടിയോ ഞങ്ങൾ ഇവിടെ 10 സെന്റിമീറ്റർ ആസ്ഫാൽറ്റ് എടുക്കാൻ. 10 സെന്റിമീറ്റർ. ആരത് പറഞ്ഞത്? അവിടുത്തെ ഓപ്പറേഷൻ മാനേജർ എഞ്ചിനീയർ, മിസ്റ്റർ എഞ്ചിനീയർ ഫാറൂഖ്. എന്നിട്ട് ഒരു പ്രസത്തിന് ചോദിച്ചാൽ പറ്റത്തില്ല. 4000 ദിർഹംസ്, 4000 റിയാലൊക്കെ വലിയ പ്രസം മേടിക്കാൻ. മനസ്സിലായി? കുറഞ്ഞ കമ്പനി ഉണ്ടല്ലോ ഇവിടെ. നമ്മളാണ്ട് ഇതുവരെ കുറഞ്ഞ കമ്പനി നമ്മൾ കിട്ടിയില്ല. പറഞ്ഞും പോയി. ഇനി എങ്ങനെ അത് മേടിപ്പിക്കും? ഇതൊക്കെ ഇവർക്ക് വിവരമില്ലല്ലോ. ഇത് ഇങ്ങനെ സ്റ്റാൻഡേർഡ് കമ്പനി, സ്റ്റാൻഡേർഡ് ഒരു ഏജൻസി ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല ഏത് കമ്പനിയായാലും. ഇത് ചൈനയാണ് ഈ സാധനം ഉണ്ടാക്കിയേക്കുന്നത്. ഏത് ആ മെക്കോ എന്നും പറഞ്ഞുള്ള നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഒറിജിനൽ ട്രിപ്പിളിന്റെ ഒന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ നിങ്ങളിപ്പോ നിക്കോണിന്റെ ഏതാ നിങ്ങൾ ഉപയോഗിക്കുന്നത്? മെക്കോയോ? സെക്കോ അത് ചൈനയാ. അതൊക്കെ ഉപയോഗിക്കുന്നത് അതിനായി വില. മനസ്സിലായി? അതിനാ ഭാവം ഈ വില കേട്ടോ. ഇത് ലോങ്ങസ്റ്റ് ബിൽഡിംഗ് എന്നും പറഞ്ഞിട്ട് യൂട്യൂബില് അപ്ലോഡ് ചെയ്യും. കംപ്ലീറ്റ് എടുക്കണേറ്റ. 3 മിനിറ്റായി. നമ്മൾ ഇത്ര സ്പീഡിൽ ഓടിയിട്ട് 3 മിനിറ്റ് ഓടിപ്പോ. അവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 3 മിനിറ്റായി. റൈറ്റ് തിരിഞ്ഞാൽ നമ്മള് പോകുന്നത് അല്ല. റോഡൊക്കെ ബ്ലോക്ക് ചെയ്തേക്കോ. എങ്ങനെയും പോവാം. ഇത്രയൊക്കെ നരകത്തെ കുറിച്ച് പേടിച്ചാൽ മാത്രം പോരാ. സ്വർഗത്തിന്റെ സുന്ദരാവസ്ഥയെ കുറിച്ച് എപ്പോഴും ഒരു സത്യവിശ്വാസി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം. ഒരു സത്യവിശ്വാസി എപ്പോഴും സ്വർഗത്തിൽ കഴിയുന്നതായി ഭാവനയിൽ കാണണം. അത് അവിടുന്ന് 4 മിനിറ്റായി. നമുക്കൊന്നും മനസ്സിലാകാത്ത സ്വർഗം 100 കൊല്ലം കഴിഞ്ഞാൽ ദുനിയാവിന്റെ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് മുഹമ്മദ് മുസ്തഫാന്റെ റസൂലുള്ളാഹിയുടെ കാലത്തുള്ള ഒരു സഹാബി ഇപ്പോൾ ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിക്കാം. ഒരു ഭാവനയിൽ കാണും. ഞാൻ പറയാ അവരെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുക ഇതാണ് സ്വർഗം. കാരണം സുബ്ഹാനല്ലാഹ് എന്തൊക്കെയാണ് ഈ കാണുന്നത്. ഈ മഴവും ട്യൂബും മൈക്കയും ഒക്കെ കണ്ടാൽ വാഹനങ്ങളും വിമാനവും ഒക്കെ കണ്ടാൽ അവരുടെ ഒന്നും ഭാവനയിലാക്കുന്നല്ലേ ഇതൊക്കെ. ദുനിയാവിലെ അല്ലാഹു അനുഗ്രഹങ്ങളെ കാണുമെങ്കിൽ
ഇനി വരാതിരിക്കുന്ന 100 കൊല്ലം കഴിഞ്ഞും 200 കൊല്ലം കഴിഞ്ഞും ഒക്കെ ജീവിക്കുന്ന ആളുകളെ എത്രയോ ആസ്വാദനകരമായ ഈ ഷേഖ് സാരോട് കൂടെ പോകുമ്പോ ഞാൻ മിക്കവാറും പറയുമായിരുന്നു രാഷ്ട്രീയ നമ്മുടെ നാട്ടുകാരുടെ എന്താ നീ പറഞ്ഞല്ലേ ഇപ്പൊ ഇങ്ങനെ കളിയാക്കുന്നു നമ്മളെ കളിയാക്കാൻ തുടങ്ങി നീ പറഞ്ഞ കറച്ചിട്ടോണ്ടിരിക്കുന്നത് ഇത് സിനോഹൈഡ്രോടെ വർക്കാ ഇത് സിനോഹൈഡ്രോടെ വർക്കാണ് റോഡ് ഫുള്ള് വരാണ് ആവശ്യമുള്ളതൊക്കെയും അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. അത് കത്തിട്ടാ വിളിച്ചത് ഒഴിയാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ കത്തിച്ചു കാശിട്ടുണ്ട് സർവശക്തനായ അല്ലാഹുവിന്റെ അഭിവാദനം കിട്ടുക അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി. ആഗ്രഹിക്കുന്നതൊക്കെയും കിട്ടുന്ന ശമ്പളം കിട്ടില്ല. എനിക്ക് മെസ്സേജ് ഒന്നുമില്ലേ. ഞാൻ പോയി കൊമേഴ്ഷ്യൽ ബാങ്കിൽ നോക്കി. ആദ്യം ഞാൻ സുധീഷ് വിളിച്ചപ്പോൾ സുധീഷിന് 3 മണിക്ക് മെസ്സേജ് വന്നു. പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോൾ എന്തായാലും പൈസ വന്നിട്ടുണ്ട്. നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് എടുത്തില്ലേ അക്കൗണ്ട് എടുക്കുമ്പോൾ ഈ മാസം എടുക്കണം. 55 ദിവസത്തേക്ക് ലിമിറ്റ് ഇല്ലേ? ആവശ്യപ്പെടുന്നു വേണ്ട. എടുത്തിട്ടില്ലേ? അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും വേറെ കാര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ പറയാം നമ്മൾ തരും. അത് ഫില്ല് ചെയ്തെടുക്കാം. അതല്ലാന്ന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇത് ഇല്ലാന്ന്. ഒരു വർഷത്തിൽ ജീവിച്ച സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൽ